Hey everybody, welcome to JD's Garage. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് is a car that needs very little introduction. It's the Land Cruiser. And Land Cruiser എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള the ultimate Land Cruiser എന്ന് മോസ്റ്റ് enthusiasts വിളിക്കുന്ന വേർഷനാണ് നമ്മുടെ കൂടെയുള്ളത്. That is the Land Cruiser 100 series. Land Cruiser എന്ന് പറഞ്ഞ നെയിം is the most powerful brand that Toyota has. സോ ഈ വണ്ടി 1950s മുതൽ ഇപ്പോൾ വരെ ഒരു കണ്ടിന്യൂസ് സീരീസ് പ്രൊഡക്ഷനിലുള്ള അവരുടെ ഫുൾ സൈസ് SUV-ക്ക് മാത്രം കൊടുക്കുന്ന ഒരു മോഡൽ നോമൻക്ലേച്ചറാണ്. സോ 1950s ലാൻഡ് ക്രൂസർ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ദെൻ ദാറ്റ് വാസ് വിത്ത് ദി FJ സീരീസ്. FJ25 എന്നുള്ള വേർഷനാണ് നമുക്ക് ആദ്യമായിട്ട് സിവിലിയൻസിന് കിട്ടിയ ഒരു പ്രൊഡക്ഷൻ മോഡൽ. സോ അതിനു മുമ്പേ ജാപ്പനീസ് ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റിന് ഒരു തുടക്കം കുറിക്കുന്നത്. So Toyota and Nissan were asked to make അവരുടെ ഒരു വേർഷൻസ് ഓഫ് ദ വില്ലീസ് ജീപ്പ് ആൻഡ് ഒരു മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ദാറ്റ് ലേറ്റർ ബിക്കെയിം ദ നിസാൻ പാട്രോൾ ആൻഡ് ദ ടൊയോട്ട ലാൻഡ് ക്രൂസർ. സോ ലാൻഡ് ക്രൂസറിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ഡിഫറെൻറ്റ് ഫാമിലീസ് ആയിട്ട് ദേ ഗോട്ട് സ്പ്ലിറ്റ് അപ്പ് ആസ് ഇയേഴ്സ് വെൻറ്റ് ബൈ. So you had the working line Land Cruisers, that is the 25 series, the 40s and the 70s. 70 ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് largely unchanged ആയിട്ട്. Whereas the luxury series that started with the 50 series Land Cruisers or the Iron Pig എന്ന് പറയുന്ന വണ്ടികൾ, അതിലാണ് ആദ്യമായിട്ട് ഒരു ലോങ് വീൽ ബേസ് കുറച്ചും കൂടെ കംഫർട്ട് ഒരു പീപ്പിൾ മൂവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി ടൊയോട്ട ഉണ്ടാക്കി തുടങ്ങിയത്. 50 സീരീസ് വന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് 60 സീരീസിലോട്ട് പോയി ആൻഡ് അവിടെ നിന്ന് പതുക്കെ 80 ആൻഡ് ദെൻ ദ 100 സീരീസ്. സോ നമ്മുടെ 80 സീരീസ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലാൻഡ് ക്രൂസർ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവൻ സീൻ ദാറ്റ് വീഡിയോ, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഒരു 1980s അല്ലെങ്കിൽ 1990s വരെ നമ്മൾ ഈ ലക്ഷറി ലൈൻ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോഴും വിച്ച് വാസ് ദ 50 സീരീസ്, ദ 60 സീരീസ് ആൻഡ് ദി 80 സീരീസ്, അത് വൈൽ ദേ വർ മെയ്ഡ് വെരി കംഫർട്ടബിൾ, അതിന് സ്റ്റിൽ ആ ഒരു റഗഡ് ടച്ച് കുറച്ച് കൂടുതലായിരുന്നു. സോ യു സ്റ്റിൽ ഹാഡ് സോൾഡ് ആക്സൽ ഫ്രണ്ട് സസ്പെൻഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. So while they were an improvement over the working class Land Cruisers, ഒരു പ്യുവർ ലക്ഷറി വെഹിക്കിൾ ആയിരുന്നോ അല്ലെങ്കിൽ കുറേം കൂടെ ആ ഒരു ലക്ഷറിയസ് ഫോക്കസ് ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഇല്ല. സോ ആ ഒരു ലക്ഷറി ഫോക്കസ് ആദ്യമായിട്ട് വരുന്ന ഒരു ജനറേഷനാണ് ദ 100 സീരീസ്. സോ ഇൻ ദാറ്റ് വേ ഇറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് മോഡൽ ഇൻ ദ ടൊയോട്ട ലാൻഡ് ക്രൂസർ ലൈനപ്പ്. സോ 1980s മുതൽ ലേറ്റ് 1990s വരെ 80 സീരീസ് ഓടിയിരുന്നു. ടിൽ അബൌട്ട് 1997-98 വരെ 80 സീരീസ് ആയിരുന്നു ലാൻഡ് ക്രൂസറിൽ ഉണ്ടായിരുന്നത്. ബട്ട് എന്നാൽ 1991 തന്നെ വിച്ച് വാസ് ജസ്റ്റ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി 80 സീരീസ് 100 സീരീസിനുള്ള വർക്ക് ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആൻഡ് 1994 ആയപ്പോഴേക്കും ദേ ഫൈനലൈസ് ദ ഡിസൈൻ ആൻഡ് ദ വെഹിക്കിൾ വാസ് ഗ്രീൻ ലൈറ്റഡ് ഫോർ പ്രൊഡക്ഷൻ. 1997 ടോക്കിയോ ഓട്ടോ ഷോയിലാണ് ലാൻഡ് ക്രൂസർ 100 സീരീസ് വേൾഡിന് അൺവെയിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് മെറ്റ് വിത്ത് ഒരു ഭയങ്കര ഒരു ഷോക്കിംഗ് റെസ്പോൺസ് ആയിരുന്നു. കാര്യം 80-ന്ന് 100-ലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഒരു 2 ജനറേഷൻ മുന്നോട്ട് വന്ന പോലെയായിരുന്നു. ദ കാർ വാസ് വെരി മോഡേൺ, ഇറ്റ് വാസ് മച്ച് മോർ കംഫർട്ടബിൾ, കുറേ കാര്യങ്ങൾ അതിനകത്ത് മാറി. ആൻഡ് ആ ഇനീഷ്യൽ ഒരു ഗ്രാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ആ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് എവറിത്തിങ് കെയിം ഓൺ ടു ദ 100 സീരീസ് പ്രൊഡക്ഷൻ വെഹിക്കിൾ ആൻഡ് ഇറ്റ് ആക്ച്വലി ടുക്ക് ദ മാർക്കറ്റ് ബൈ സ്റ്റോം. ലാൻഡ് ക്രൂസർ എന്തൂസിയാസ്, ഓഫ് റോഡ് എന്തൂസിയാസ്, SUV എന്തൂസിയാസ് എല്ലാവരും പറയുന്നത് ദാറ്റ് ദ 100 സീരീസ് ഇസ് ദ അൾട്ടിമേറ്റ് ലാൻഡ് ക്രൂസർ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇൻ ഡീറ്റെയിൽ എന്താണ് ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്നുള്ളതും ഈ വണ്ടീനെ ഇത്ര സ്പെഷ്യൽ ആക്കുന്ന കാരണം എന്താണെന്നുള്ളതും. നമ്മൾ 100 സീരീസിൻ്റെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് പ്ലീസിങ് ലുക്കിംഗ് ലാൻഡ് ക്രൂസേഴ്സ് എവർ മെയ്ഡ്. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ സൈസിൽ വളരെയധികം വലുതായി അതിന് ബാക്കിലോട്ട് പോകുമ്പോഴേക്കും ഇറ്റ് ലുക്സ് ഒരു ഭയങ്കര ബ്രൂട്ടിഷ് ലുക്സാണ് വരുന്നത്. വെറാസ് ഒരു 100 സീരീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദ പെർഫെക്റ്റ് ഒരു കോമ്പിനേഷൻ ഓഫ് എലഗൻസ് ആൻഡ് ഒരു പവർഫുൾ ലുക്സ്. ആൻഡ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇറ്റ് സ്റ്റിൽ ലുക്സ് വെരി മോഡേൺ, ഇറ്റ് സ്റ്റിൽ ലുക്സ് വെരി ക്ലാസി. നമ്മളൊരു 100 സീരീസിൽ ഒരു നീറ്റ് 100 സീരീസിൽ എവിടെയെങ്കിലും ടേൺ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിൽ എ വെരി അട്രാക്റ്റീവ് ക്ലാസി ലുക്കിംഗ് SUV. ഈ വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫുള്ളി സ്റ്റാൻഡേർഡ് ലാൻഡ് ക്രൂസർ അല്ല. ആൻഡ് ഈ വണ്ടി കാണിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ വണ്ടി എന്തോരം ഒരു ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഈ 100 സീരീസ് എന്ന് പറഞ്ഞ മോഡൽ തന്നെ ശരിക്കും അതിനകത്തുള്ള നമുക്ക് ഹൗ യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ് ഇസ് ഇൻഫിനിറ്റ്. സോ നമ്മൾ ശരിക്കും എവറി 100 സീരീസ് ദാറ്റ് യു സീ അത് ആ ഓണറിൻ്റെ ഒരു ക്യാരക്ടറും ആ ഓണറിൻ്റെ ഒരു ടേസ്റ്റിൻ്റെയും ഒരു ട്രൂ റിഫ്ലക്ഷനാണ്. സോ ഇപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ സോ ദിസ് കാർ ബിലോങ്സ് ടു മൈ ഫ്രണ്ട് നിതിൻ ആൻഡ് ഒരു ഭയങ്കര ടേസ്റ്റ്ഫുള്ളി ഡൺ അപ്പ് കാറാണ്. ഇത് ഒരു ഓഫ് റോഡ് ഓവർ ലാൻഡിങ് സ്പെക്കിലാണ് ഈ വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം.
സോ നമുക്ക് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ, സോ ദിസ് ഈസ് ദ ഫൈനൽ വാട്ട് യു സേ ഷേപ്പ് ഓർ ഫേസ് ലിഫ്റ്റ് ഓഫ് ദ ലാൻഡ് ക്രൂസർ. നമുക്ക് ബ്രോഡായിട്ട് പറയുമ്പോൾ 3 ടൈപ്സാണ് വന്നിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് 98, 99 വന്ന വണ്ടികളെന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഗ്രില്ലും ഒരു 2 പീസ് ഹെഡ്ലൈറ്റും അതേപോലെ സൈഡിലെ ക്ലാഡിങ്സ് ഒക്കെ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരുന്നത്. വേറെസ് അത് കഴിഞ്ഞ് വന്ന വണ്ടിക്ക് ഗ്രില്ല് കുറച്ചും കൂടെ വലുതായി, ഒരു ക്രോം സാധനങ്ങളൊക്കെ വന്നു. സോ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ തന്നെയാണ്. ടെയിൽ ലൈറ്റ്സിൽ കുറച്ച് മാറ്റം ഉണ്ടായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന ഒരു ഷേപ്പാണ് ഇത്. സോ അഗെയിൻ വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ ദ ഹെഡ്ലൈറ്റ്സ്. ഈ ഡിസൈനും കാര്യങ്ങളും അതേപോലെ ഈ ഒരു മൾട്ടി സ്ലാറ്റ് ഗ്രില്ലും കാര്യങ്ങളെല്ലാം ലാസ്റ്റ് വണ്ടിയിലാണ് വന്നത്. ആൻഡ് മെക്കാനിക്കലിയും കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു, വിച്ച് വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. സോ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ARBയുടെ ബമ്പറുണ്ട്, ഒരു വോണിൻ്റെ ഫുൾ വിഞ്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. യു ഹാവ് അഡീഷണൽ പ്രൊജക്ടർ ഫോഗ് ലൈറ്റ്സ് നീറ്റായിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ ലൈറ്റ്സ് വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഒരു 4 ലൈറ്റ്സിന് പ്രൊവിഷൻ ഉണ്ട്. ദാറ്റ്സ് നോട്ട് ബീൻ ഡൺ. സോ ഈ ഓഫ് റോഡ് ബമ്പർ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്, അപ്രോച്ച് ആംഗിളും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ വണ്ടിയുടെ. ആൻഡ് ഓസ്ട്രേലിയ പോലത്തെ സ്ഥലങ്ങൾ മൃഗങ്ങളെ ഇടിക്കാണ്ടിരിക്കാനായിട്ടും ആൾക്കാർ ഈ മെറ്റൽ ബമ്പർ കാര്യമായിട്ട് വെക്കും. ഇടിക്കാണ്ടിരിക്കാനല്ല, ഇടിച്ചു കഴിഞ്ഞിട്ട് വണ്ടിക്കൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോപ്പുലർ ആക്സറിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു RF റേഡിയോൻ്റെ ആൻറ്റിനയും കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിലൊരു സ്നോർക്കൽ കാണാൻ പറ്റും. ആൻഡ് ദ തിങ് ഇസ് ഈ വണ്ടിയിൽ എസ്പെഷ്യലി എല്ലാ മോഡ്സും ഭയങ്കര ഫങ്ഷനിലാണ്. കോസ്മെറ്റിക് ഇത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് എന്നല്ലാണ്ട് ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് ദാറ്റ് ആഡ്സ് ടു ദ ചാം ഓഫ് ദിസ് കാർ. സോ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അഗെയിൻ അങ്ങനെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സോ കാര്യങ്ങളൊന്നും അല്ല, സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ബട്ട് ദേ ആർ വെരി പവർഫുൾ. ഇതിൻ്റെ LX470 എന്ന് പറഞ്ഞ ലക്ഷറിയസ് വേർഷൻസിൽ യു ഹാഡ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ഈവൻ ബാക്ക് ഇൻ ദ ഡേ. സോ നമ്മൾ സൈഡിലോട്ട് വരികയാണെങ്കിൽ അഗെയിൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് ഓഫ് റോഡ് ടയേഴ്സാണ്, BF ഗുഡ്രിച്ചിൻ്റെ. ആൻഡ് യു ഹാവ് സ്റ്റീൽ റിംസ്. സ്റ്റീൽ റിംസ് ആക്ച്വലി ഈ PCDയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ദിസ് ഇസ് ഓൾസോ ആക്ച്വലി എ വെരി എന്താ പറയുക, ലാൻഡ് ക്രൂസർ സർക്കിൾസിൽ ഭയങ്കര ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ആക്സറിയാണ്. നമ്മൾ കാണുന്ന ഒട്ടുമുക്ക 100 സീരീസിനും അലോയ് വീൽസ് തന്നെയായിരിക്കും വരുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എ റിയലി നൈസ് തിങ് ടു ഹാവ്. ഇപ്പോൾ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടായിരുന്ന വണ്ടികൾക്കൊരു കോൺട്രാസ്റ്റ് ക്ലാഡിംഗ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അഗെയിൻ അതൊരു ഭയങ്കര 90s ട്രെൻഡാണ്. ആൻഡ് ആസ് ദ വെഹിക്കിൾ ട്രാൻസിഷൻ ഇൻ ടു ദ 2000s ഈ ഒരു ഡിസൈനിലോട്ട് മാറി. ആൻഡ് അഗെയിൻ ഇതൊരു സട്ടിൽ ചേഞ്ച് ഇൻ ബോഡി കളർ ഫ്രം ദ മെയിൻ ബോഡി കളറാണ്. അപ്പോൾ ഒരു നല്ലൊരു ആക്സെൻറ്റ് ഉണ്ട്, എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഒരു ജാറിങ് ഔട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ല. ഒരു ഫുൾ ടൈം 4 വീൽ ഡ്രൈവിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. ദിസ് ഡസൻറ്റ് കം ഫ്രം ദ ഫാക്ടറി, പക്ഷേ കാറ് ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്. ദെൻ അഗെയിൻ സ്റ്റാൻഡേർഡ് ഫുട് സ്റ്റെപ്സ്. ആൻഡ് ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ടൊയോട്ടയുടെ ഈ ഒരു റെയിൻ ഗാർഡ്സും കാര്യങ്ങളും ഉണ്ട്. സോ ഈ ഗാർഡ്സ് ആക്ച്വലി നമ്മൾ നോട്ടീസ് ചെയ്തത് ലാൻഡ് ക്രൂസർ 100 സീരീസ് തന്നെ നമ്മൾ ആദ്യം കാണുന്നത്, എനിക്ക് തോന്നുന്നു എല്ലാ മലയാളിയും ആദ്യം കണ്ടിട്ടുണ്ടാവുന്നത് രാവണപ്രഭു സിനിമയിലാണ്. സോ ആ ഇൻട്രോ സീനിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മേത്ത് ഈ ലാൻഡ് ക്രൂസർ 100 കയറി വരുന്ന ആ ഒരു സീൻ ശരിക്കും ഒരു ഇറ്റ് ഈസ് എൻ ഇമോഷൻ തന്നെ പറയാം. ആൻഡ് അതിനകത്ത് മോഹൻലാൽ ഇറങ്ങി വരുന്നൊരു സീനിലുണ്ട് ഇവിടെ ഈ ടൊയോട്ടയുടെ റിഫ്ലക്ഷനൊക്കെ ആയിട്ട് നെറ്റിയിൽ. സോ അത് അഗൈൻ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ഓട്ടോ എൻതൂസിയാസ്റ്റിനും അതൊരു ദാറ്റ് ഇസ് എൻ ഇമേജ് ദാറ്റ് ഇസ് ലിറ്ററലി കാർവ്ഡ് ഇൻ ടു യുവർ ബ്രെയിൻ തന്നെ പറയാം. കാര്യം അന്ന് നമ്മൾ റോട്ടിൽ പോലും 100 കാണാനില്ല. ആൻഡ് ഈ ഒരു സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ലാർജർ ദൻ ലൈഫ് ഇമേജിൽ ദാറ്റ് വാസ് റിയലി സംതിങ് എൽസ്. നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ അഗൈൻ വേറെ അങ്ങനെ ഭയങ്കര ക്രീസസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിക്കോസ് അഗൈൻ ദിസ് ഇസ് എ SUV ദാറ്റ് ഇസ് ഡിസൈൻ ടു ടേക്ക് എ ലോട്ട് ഓഫ് അബ്യൂസ്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല പ്രാധാന്യം, ഇറ്റ് ഹാസ് ടു ബി ഫങ്ഷണൽ എന്നുള്ളതാണ് മെയിൻ തിങ്. സോ ബാക്കിലൊരു ചെറുതായിട്ട് ഫ്ലെയർ ചെയ്തൊരു വീൽ ആർച്ചസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചില വണ്ടികൾക്ക് മാത്രം നമുക്ക് ഈ ടെയിൽ ഗ്ലാസ് പവർ ഓപ്പണിംഗ് ആണ്, മിക്ക വണ്ടികൾക്കും മാനുവലായിട്ടാണ് വരുന്നത്. അഗൈൻ കമ്മിങ് ടു ദ റിയർ, നമ്മൾ ആദ്യം കാണുന്ന ഈ ആക്ച്വലി സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ARBൻ്റെ ഒരു പുൾ ഔട്ട് ഓണിംഗ് ഉണ്ട്. ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ കഴിഞ്ഞ ഈ വണ്ടിയും കൊണ്ട് ഗോവ പോയായിരുന്നു. ആൻഡ് വി പുൾഡ് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. നമുക്കൊരു ലിറ്ററൽ ക്യാമ്പിംഗ് എക്സ്പീരിയൻസിന്. പ്ലസ് മുകളിൽ ഒരു ഫുൾ റൂഫ് കാരിയറും ഉണ്ട്. ഇറ്റ് ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് വെയിറ്റ്. ഇതൊരു ഫങ്ഷണൽ കാര്യമാണ്, ഇതൊരു ഡിസൈനിന് വേണ്ടി ചെയ്തിരിക്കുന്നതല്ല. സോ ദാറ്റ് ഇസ് വൺ തിങ്. ആക്ച്വലി എനിക്കത് മിസ്സായി പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റിലാണ് വണ്ടി നിൽക്കുന്നത്. ഇറ്റ്സ് ഓൾസോ റണ്ണിങ് ആൻ അയൺമാൻ സസ്പെൻഷൻ ആൻഡ് ലിഫ്റ്റ് കിറ്റ്. സോ ദിസ് കാർ ഇസ് ആക്ച്വലി ക്വൈറ്റ് ഹ്യൂജ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ സ്പെയർ വീൽ കാരിയർ ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇറക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഒരു പവർഫുൾ റിവേഴ്സ് ലൈറ്റും ARBൻ്റെ തന്നെ റിയർ മെറ്റൽ ബമ്പറും ഒരു ടോ ബോളും സാധനങ്ങളെല്ലാം ഉണ്ട്. ഓസ്ട്രേലിയയിലും യൂറോപ്പിലും US-ലും 100 സീരീസ് ഇപ്പോഴും വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടോയിങ് വെഹിക്കിൾസ് ആണ്. സോ ബോട്ട്സ്, ക്യാമ്പേഴ്സ്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ടോ ചെയ്യാനായിട്ട് ദിസ് ഇസ് ദ ടൂൾ ദാറ്റ് ദേ ഓൾ റിലൈ ഓൺ. അങ്ങനെ ഇൻസൈഡ് ദ 100 സീരീസ് ഈ വണ്ടിയിലോട്ട് യു റിയലി സ്റ്റെപ്പ് അപ്പ്. ആൻഡ് എന്താ പറയുക, ഈ വണ്ടിയാണെങ്കിൽ ഇത് സ്പെസിഫിക് കാർ
ആക്ച്വലി ഇറ്റ്സ് ലിഫ്റ്റഡ് ക്വൈറ്റ് എ ബിറ്റ്. അപ്പോൾ അതുകൊണ്ട് കയറുന്ന തന്നെ ഒരു ഇവൻ്റാണ്. ആ ഒരു ഫുൾ സൈസ് റണ്ണിങ് ബോർഡ്സ് ഹെൽപ്പ് അലോട്ട്. ഈ ഒരു ഹാൻഡിൽസും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആർ റിയലി ഹെൽപ്ഫുൾ. എന്തായാലും നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോഴേക്കും യു ആർ ആക്ച്വലി ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടൈം എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഫാൻസി ഡിജിറ്റൽ ഡിസ്പ്ലേസും ഇവിടെ വലിയ സ്ക്രീനും കൊച്ചു കാറിന് വരെ 15 ഇഞ്ച് സ്ക്രീനൊക്കെ വരുന്ന കാലമാണ്. എന്നാൽ 100 സീരീസിലോട്ട് കയറി കഴിയുമ്പോൾ യു ഹാവ് എവറിത്തിങ് യു നീഡ് ദാറ്റ് ഇസ് ഈസിലി ലേഡ് ഔട്ട്. നല്ല നീറ്റായിട്ടാണ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ വണ്ടിയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഇതിൻ്റെ വിട്ടാണ്. ഇറ്റ്സ് റിയലി വൈഡ് ഇൻസൈഡ്. നമ്മൾ രണ്ടുപേര് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ആംറസ്റ്റിൻ്റെ സൈസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്മോൾ കാർസിൻ്റെയും ഒരു സീറ്റിൻ്റെ അത്രയും തന്നെ ഉണ്ട് ലിറ്ററലി. സോ രണ്ടുപേരുണ്ടെങ്കിലും നമുക്ക് യു റെയർലി ടച്ച് ദ പാസഞ്ചർ. ആൻഡ് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല സ്പേഷ്യസ് ഒരു ഫുട്വെല്ലും കാര്യങ്ങളാണ്. വലിയൊരു സ്റ്റിയറിംഗ് ആണ്. ഇത് ആ സമയത്തുണ്ടായിരുന്ന ടൊയോട്ടയുടെ പല കമേഴ്ഷ്യൽ വെഹിക്കിൾസിനൊക്കെ ഈ സൈസ് സ്റ്റിയറിംഗ് വീലാണ് വന്നിരുന്നത്. ശരിക്കും നമ്മൾ ഇത് ഓടിക്കുമ്പോൾ ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഈ ഒരു മാസീവ് സ്റ്റിയറിംഗും തരുന്നത്. നമ്മൾ ഈ സെൻറ്റർ കൺസോളിലോട്ട് നോക്കുകയാണെങ്കിൽ അഗൈൻ വെരി നൈസ്ലി ലേഡ് ഔട്ട്. രണ്ട് വലിയ AC വെൻസും നടുക്കിൽ ഈ ഒരു സ്ക്രീൻ മാത്രം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടു കീപ്പ് ഇറ്റ് വിത്ത് ദ ടൈംസ്. ആക്ച്വലി അത് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ടെങ്കിൽ 100 സീരീസ് ഇസ് ആസ് മോഡേൺ ആസ് എനി അതർ കാർ. ആൻഡ് നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ 3 നോബ്സ് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഇത് വളരെ ഒരു നൈസ്ലി സ്പെക്ട് കാറാണ്. കാര്യം ഇതിന് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പക്ഷേ എന്നാൽ ഈ 100 സീരീസിനൊരു 1000 വേർഷൻസും ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പല വണ്ടി നോക്കി ഇതിനകത്ത് വുഡും കാര്യങ്ങളും ഉണ്ടാവും. ഇതിന് ഇവിടെ വുഡുണ്ട്, എന്നാൽ ഈ പാനൽ ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ക്ലൈമറ്റ് കൺട്രോൾ ഏറ്റവും നല്ല കാര്യം ഇത് മാനുവൽ ക്ലൈമറ്റ് കൺട്രോളാണ്. പല ലാൻഡ് ക്രൂസേഴ്സിനും ഇതിവിടെ ഓട്ടോമാറ്റിക് ഒരു ടച്ച് സ്ക്രീനിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ച് സ്ക്രീനെല്ലാം ജാപ്പനീസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ ജാപ്പനീസ് പഠിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഡൈവിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ആൻഡ് ആ സ്ക്രീൻസ് ലീക്ക് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. ഇത്രയും കൊല്ലമായല്ലോ. വേറെ ഈ വണ്ടിക്ക് അതൊന്നുമില്ല. യു ഹാവ് ഒരു ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട് ഇവിടെ. ബാക്കിയെല്ലാം റിയർ ഹീറ്റർ കാര്യങ്ങളൊക്കെയാണ്. സോ ഇതൊരു UK സ്പെക് കാറാണ്. അതുകൊണ്ട് തന്നെ റിയറിൽ ഹീറ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സെൻറ്റർ കൺസോൾ നോക്കിയാലും ഇറ്റ്സ് റിയലി വൈഡ്. നമുക്കിവിടെ ഒരു 4 ഹൈ 4 ലോൻ്റെ ഉണ്ട്. ഈ വണ്ടി ഫുൾ ടൈം 4 വീൽ ഡ്രൈവാണ്. ഒട്ടുമുക്ക ലാൻഡ് ക്രൂസേഴ്സും ഫുൾ ടൈം 4 വീൽ ഡ്രൈവാണ്. അപ്പോൾ 4 ഹൈ ലോ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ആൻഡ് യു ഹാവ് ദ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ആൻഡ് നോബ്. 2 സീറ്റ്സും ഹീറ്റഡ് ആണ്. ഇത് ഫാബ്രിക് സീറ്റ്സ് ആണ്. വെരി നൈസ് സ്പെക്. കാര്യം നമ്മുടെ നാട്ടിൽ ആ ഒരു ലെതർ, ഇപ്പോൾ ടൊയോട്ടയുടെ ലെതർ എസ്പെഷ്യലി കുറച്ചൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതെല്ലാത്തിനും ഏജ് ആയിട്ടുണ്ടാവും, വെയർ ആയിട്ടുണ്ടാവും. ഇത് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഇൻ ഇമ്മാക്കുലേറ്റ് കണ്ടീഷൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട്. ആൻഡ് അഗെയിൻ ഏറ്റവും ഈ വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം അഗെയിൻ ബീങ് എ UK സ്പെക് കാർ, ഈ ഒരു അസോർട്ട്മെൻറ്റ് ഓഫ് ബോക്സസ് ആണ്. ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ടാറ്റ ആക്ച്വലി അവരുടെ ആരിയയിൽ ഇവിടെ തൊട്ട് ബാക്ക് വരെ കുറേ ബോക്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇരുന്ന് റൈറ്റിൽ ചെയ്യും. വേറെ ദീസ് ആർ റിയലി വെൽ ബിൽറ്റ്. ഇത്രയും കാലമായിട്ടും എല്ലാം നല്ല പക്കയായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് അതർവൈസ് ഇങ്ങോട്ടാണെങ്കിലും യുവർ ഡോർ പാഡ്സ് ആർ ഓൾസോ ആക്ച്വലി ക്വൈറ്റ് വൈഡ്. നമുക്കൊരു കൈവയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു പ്രോപ്പർ ഗ്രാബ് ഹാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ആവശ്യമാണ്. കാര്യം അല്ലാണ്ട് നമുക്കിത് വലിച്ചടയ്ക്കാൻ പറ്റില്ല. ആൻഡ് ഈ ഡാഷ് വൈൽ ഇറ്റ് ലുക്സ് ഹാർഡ്, ഇതൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ആൻഡ് ഓൾ ഓഫ് ദീസ് മൈനർ തിങ്സ് ശരിക്കും ഒരു ഭയങ്കര ക്വാളിറ്റി ആഡ് ചെയ്യും. നമ്മൾ സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ യു റിയലി ഹാവ് ടു മെൻഷൻ ദിസ്. കാര്യം വൈൽ ദേ ലുക്ക് വെരി ബേസിക്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ അപ്പോൾസ്ട്രി മെറ്റീരിയൽ ഇസ് വെരി നൈസ്. ഒരു വെല്ലോർ മെറ്റീരിയലാണ്. ഇതിൻ്റെ കുഷനിങ്ങും കാര്യങ്ങളെല്ലാം ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. സോ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ബി ഇൻ. പിന്നെ നമ്മൾ 100 സീരീസിൻ്റെ പ്രാക്ടിക്കാലിറ്റി പറയുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളോട് പറയണം. ഇപ്പോൾ പല വണ്ടികൾക്കും ഇല്ലാത്ത സ്റ്റോറേജ് സ്പേസുകൾ അത്യാവശ്യം നല്ലോണം ഉണ്ട്. നമുക്കൊരു ഫുൾ സൈസ് ബോട്ടിൽ വയ്ക്കാൻ ഡോറിൽ പോക്കറ്റ് ഇല്ലെങ്കിലും ഡോർ പോക്കറ്റ്സ് അത്യാവശ്യം വലുതാണ്. ആൻഡ് ഇവിടെ നമുക്ക് 2 വലിയ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കപ്പ് നല്ലൊരു ബോട്ടിൽ ഫ്ലാസ്ക് ഒക്കെ അത്യാവശ്യം വെക്കാൻ പറ്റും. ആൻഡ് ദീസ് ആർ ഓൾസോ അഡ്ജസ്റ്റബിൾ. ആൻഡ് ചെറിയ നിഫ്റ്റി ഫീച്ചർ ഇവിടെ നമുക്ക് ചെറിയൊരു റബ്ബർ പാഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. സോ ദാറ്റ് ദേ ഡോണ്ട് മൂവ് അറൗണ്ട് ആൻഡ് മേക്ക് നോയ്സ്. ഇതൊന്ന്. ഇവിടെ ഒരു ചെറിയൊരു കോയിൻ ബോക്സ് പോലത്തെ സാധനമുണ്ട്. പിന്നെ ആഷ്ട്രേസ്, എല്ലാ ഡോറിലും ആഷ്ട്രേ ഉണ്ട്. ഇവിടെ ഒരു പുൾ ഔട്ട് ആഷ്ട്രേ ഉണ്ട്. ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ, ഈ ഒരു മാസീവ് ബോക്സ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം തുറക്കുന്നത് ഈ ഒരു കൺസോളിലേക്കാണ്. പലതിനും ഫോണ് കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ആൻഡ് അതിൻ്റെ അടിയിൽ വലിയൊരു മാസീവ് കൺസോളുണ്ട്. ഈ വണ്ടിക്ക് ഒരു മൾട്ടി CD ചേഞ്ചറാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദേഴ്സ് എ ഹ്യൂജ് സ്പേസ് അണ്ടർനീത്ത് ഇറ്റ്. പല വണ്ടികൾക്കും ഇവിടെ ഫ്രിഡ്ജ്, കൂളർ, ഫ്രീസർ പല സാധനങ്ങളുമൊക്കെ പല 100 സീരീസിനും ഓപ്ഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. പക്ഷെ എന്തായാലും നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ആ സമയത്തൊരു 90s ടൊയോട്ട ട്രേഡ് മാർക്കായ ഇവിടുത്തെ ഉള്ള ഒരു AC വെൻറ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് തിങ് ഇസ് ഫിനോമിനൽ. എനിക്ക് RAV4ലും ഈ ഒരു സാധനമുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പാണ് നമുക്ക് ഈ സാധനം നല്ല ചൂടുള്ള കാലത്ത്. യു റിയലി ഡോണ്ട് നോ ഹൗ ഗുഡ് ഇറ്റ് ഇസ് ടിൽ യു നോ എക്സ്പീരിയൻസ് ദിസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് 100 സീരീസിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള. നമുക്കിനി റിയർ സീറ്റും കൂടെ നോക്കാം.
ഇങ്ങനെ റിയർ സീറ്റ് ഓഫ് ദ ലാൻഡ് ക്രൂസർ. നമുക്ക് അങ്ങനെ ഫ്രണ്ട് പോലെ തന്നെ നല്ലൊരു വെലോർ അപ്പോൾസ്റ്ററി തന്നെയാണ് ബാക്കിലുള്ളത്. ഒരു പെർഫെക്റ്റ്ലി പൊസിഷൻഡ് ആംറസ്റ്റാണ് ആൻഡ് പ്ലെൻറ്റി ഓഫ് സ്പേസ്. ആക്ച്വലി സീറ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ഇട്ടുള്ള അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ആൻഡ് എവറിത്തിങ് ഫോൾസ് ഇൻ ടു ഹാൻഡ് പെർഫെക്റ്റ്ലി. നമ്മൾ കൈ വയ്ക്കുന്ന പൊസിഷനാണെങ്കിലും വളരെ കറക്റ്റാണ്. പിന്നെ റിയറിലോട്ട് വരുമ്പോഴും പല വണ്ടികൾക്ക് പല വേരിയേഷൻസും പല ഓപ്ഷൻസും ഉണ്ട്. പലതിന് റിയർ AC ഉണ്ട്, പലതിനും 7 സീറ്ററാണ്, 5 സീറ്റർ വേർഷൻസ് ഉണ്ട്. സോ ദിസ് 7 സീറ്റർ കാർ. ബാക്കത്തെ 2 സീറ്റ് ഊരി വെച്ചിരിക്കുകയാണ്. ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ മാസീവ് ലഗേജ് സ്പേസ് ഓൾസോ. ഇവിടെ ഒരു ഹീറ്റർ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ യു ഹാവ് എ നൈസ് ഫോൾഡിംഗ് കപ്പ് ഹോൾഡർ ഹിയർ. ബട്ട് അതർവൈസ് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. 2 ഗ്രാബ് ഹാൻഡിലുണ്ട്, നമുക്ക് ഇവിടെ ആയിട്ടും ഉണ്ട്, ഇത് കയറാനൊരു അസിസ്റ്റ് ഗ്രിപ്പും ഉണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ആക്ച്വലി സുപ്രീംലി കംഫർട്ടബിൾ. നല്ല സുഖമാണ് ഇരിക്കാൻ. വെരി വൈഡ്. 3 പേര് ഇരുന്നാൽ പോലും ഒരു കുഴപ്പമുണ്ടാവില്ല. ആൻഡ് ഒരു ടിപ്പിക്കൽ ആ ഒരു ലാഡർ ഫ്രെയിം വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കാര്യം ഫ്ലോർ കുറച്ച് ഹയറാണ്. ആൻഡ് യു ഹാവ് ദീസ് മാസീവ് വിൻഡോസ് ഓൺ ദ സൈഡ്. ഭയങ്കര നല്ല വ്യൂ ആണ്. യു റിയലി ഡോണ്ട് ഫീൽ ക്ലോസ്ട്രോഫോബിക് അറ്റ് ഓൾ ഇൻ ദിസ് കാർ. ആൻഡ് 5 പേരിരുന്ന് ഒരു 5 സീറ്റർ വേർഷൻ ആണെങ്കിൽ 5 പേരിരുന്ന് ലോങ് ട്രിപ്പ് പോയാലും എവറിബഡി ഈസ് സുപ്രീംലി കംഫർട്ടബിൾ. അങ്ങനെ ഡ്രൈവിംഗ് ദ 100 സീരീസ് ലാൻഡ് ക്രൂസർ. ഈ വണ്ടിയുടെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഇറ്റ് ഈസ് എൻ ഇവൻറ്റ്. കാര്യം ഇത് നമ്മൾ വെറുതെ ഒരു A to B പോകുന്ന അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ദിസ് ഈസ് ആക്ച്വലി എൻ ഇവൻറ്റ്. നമ്മൾ ഇതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ യു ഫീൽ ലൈക്ക് ദ കിങ് ഓഫ് ദ റോഡ്. ആൻഡ് എസ്പെഷ്യലി ഈ പെർട്ടിക്കുലർ കാർ, ഇത് ഈ സസ്പെൻഷൻ ലിഫ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറ്റ് ഫീൽസ് അമേസിങ്. നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളെയും നമ്മൾ യു ആർ ലുക്കിംഗ് ഡൗൺ അപ്പോൺ എവറിത്തിങ്. നമ്മളൊരു സാധാരണ ഒരു ഹാച്ച് ബാക്ക് ലെവലിലുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ അവർ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് ഇതിൻ്റെ ക്രാഷ് ഗാർഡാണ്. അതിന് മുകളിലോട്ടാണ് ബാക്കി വണ്ടി ഉള്ളത്. ആൻഡ് ദാറ്റ് റിയലി ഗിവ്സ് യു എ കിങ് ഓഫ് ദ റോഡ് ഫീലിംഗ്. കാര്യം നമ്മളിത് പോയി കഴിയുമ്പോൾ നോബഡി വാണ്ട്സ് ടു ജമ്പ് ഇൻ യുവർ വേ. ആർക്കും വട്ടം ചാടണ്ട, എല്ലാവർക്കും എങ്ങനെയെങ്കിലും വഴി മാറിയാൽ മതി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ആൻഡ് ഇറ്റ്സ് റിയലി എ ബീസ്റ്റ്. ഈ ഒരു ഹൈറ്റ് മാത്രമല്ല കേട്ടോ, ഹൈറ്റും ഒരു സൈസിൻ്റെയും കൂട്ടത്തിൽ ഇതിനൊരു ലെവൽ ഓഫ് ഒരു കമ്പോഷർ ഉണ്ട്. ഇതിനൊരു പ്രോപ്പർ ഷിപ്പ് ലൈക്ക് ഫീലാണ്. നമുക്ക് എല്ലായിടത്തും നല്ല വിസിബിലിറ്റിയാണ്. യു ക്യാൻ സീ എവറിത്തിങ് എവറിവെയർ. പില്ലേഴ്സൊന്നും അത്ര ഒബ്സ്ട്രക്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് വലിയൊരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുൾ പാനോറാമിക് വ്യൂ ആണ് ഈ ഒരു ഹൈറ്റിൽ നിന്നിട്ട്. ആൻഡ് ഓടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫീൽസ് എവറി ബിറ്റ് ലൈക്ക് ഒരു പ്രോപ്പർ ഓൾഡ് സ്കൂൾ SUV ഓടിക്കുന്ന കംപ്ലീറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്ന. ആ ഒരു വലിയ വീൽസിൻ്റെയും എല്ലാം നമുക്ക് ഇറ്റ് ഫീൽസ് റിയലി നൈസ്. ലാൻഡ് ക്രൂസറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പല എൻജിൻസും പല വേർഷൻസും വന്നിട്ടുണ്ട്. സോ നമുക്ക് ബ്രീഫായിട്ട് എൻജിൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ അത് ഡീസൽ ലാൻഡ് ക്രൂസേഴ്സ്. ഡീസലും പെട്രോളും വന്നിട്ടുണ്ട്. ഡീസൽസിൻ്റെ അകത്ത് തന്നെ 2 എൻജിൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഏറ്റവും ഡിസൈറബിൾ എൻജിൻ എന്ന് പറയുന്നത് ടൊയോട്ടയുടെ 1HD FTE എന്ന് പറയുന്ന എൻജിനാണ്. അത് ജസ്റ്റ് ആഫ്റ്റർ ലോഞ്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ആ എൻജിൻ ഇറങ്ങിയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് റിയലി ടൊയോട്ടയുടെ തന്നെ ബെസ്റ്റ് എൻജിൻ. ആൻഡ് പലവരും പറയുന്ന കണക്കിൽ ദ ബെസ്റ്റ് ഡീസൽ എൻജിൻ എവർ മെയ്ഡ് എന്ന് വരെ പറയും. ഇറ്റ് ഈസ് സൂപ്പർ റിലയബിൾ, വെരി കംഫർട്ടബിൾ ടു ഡ്രൈവ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് FTE എൻജിൻ ഓടിക്കാനായിട്ട്. പുറത്ത് ആൾക്കാർ 1000 bhp വരെയൊക്കെ ആക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി എൻ ഇൻസെയിൻ പാക്കേജ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ എൻജിനെ കൊണ്ട്. അതിന് 4 സ്പീഡും 5 സ്പീഡ് ഓട്ടോമാറ്റിക്സ് വന്നിട്ടുണ്ട്. കൂടുതൽ വണ്ടികൾ 4 സ്പീഡാണ്. കുറച്ച് വണ്ടികൾ ലാസ്റ്റ് കുറച്ച് കൊല്ലം മാത്രം 5 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ കുറച്ച് വണ്ടികൾ മാനുവൽ ഗിയർ ബോക്സിലും വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ so this is powered by the 2UZ engine, 4.7 liter V8 naturally aspirated engine ആണ്. This is a fantastic engine shared with Lexus. Makes about 245 horsepower. ഒരു ബീസ്റ്റ് തന്നെയാണ് എഞ്ചിൻ. കാല് കൊടുത്ത it just goes. ആൻഡ് ഇതൊരു അമേരിക്കൻ സൗണ്ടിങ് V8 അല്ല, ഇതൊരു വെരി ജർമ്മൻ ഫീലിംഗ് V8 ആണ്. ഭയങ്കര റിഫൈൻഡ് ആണ്. നമുക്ക് യു റിയലി കാൺട്ട് ഫീൽ എനിത്തിങ്. നമുക്ക് വണ്ടി ഐഡിൽ ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രിക്കാന്ന് വിചാരിക്കും. കാല് കൊടുത്താലും ലിറ്ററലി ഒരു ഇലക്ട്രിക് പുള്ള് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ആൻഡ് ദ ടോർക്ക് ഡെലിവറി ഈസ് ജസ്റ്റ് ക്രീമി. ഇതങ്ങനെ ഒരു എക്സ്പ്ലോസീവ് പവർ അല്ല. കാര്യം ഈ വണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ബോയ് റേസർ ടാസ്കുകൾക്ക് വേണ്ടിയിട്ടല്ല. ദിസ് ഈസ് മെൻറ്റ് ആസ് എ ഹോളർ. ദിസ് ഈസ് സപ്പോസ് ടു ഗോ റിലയബിളി. ഇവിടെ നിന്ന് യു വോണ്ട് ഗോ അറൗണ്ട് ദ വേൾഡ് ആൻഡ് കം ബാക്ക്. എന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പുറത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ക്യാമ്പിങ്ങിനും ടോയിങ്ങിനും ബോട്ട്, വലിയ മോട്ടോർ ഹോംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ടോ ചെയ്യാൻ വേണ്ടി ദിസ് ഈസ് ദ എഞ്ചിൻ ഓഫ് ചോയ്സ് ഇൻ ദ US ആൻഡ് ഓസ്ട്രേലിയ.
നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ എവല്യൂഷൻ പറയുമ്പോൾ പല ചേഞ്ചസും അക്രോസ് ദ ഇയേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു പല ഫേസ് ലിഫ്റ്റ്സും വന്നിട്ടുണ്ടെന്ന്. അതേപോലെ എൻജിൻസിനും ഗിയർ ബോക്സിനും കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. എൻജിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനീഷ്യൽ ഡീസൽ എൻജിൻ കഴിഞ്ഞിട്ടാണ് FTE എൻജിൻ വന്നത്. സോ ദാറ്റ് ഇസ് എ മച്ച് സുപ്പീരിയർ എൻജിൻ. ഒരു 40 bhp-യോളം ഇൻക്രീസാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെട്രോളിൻ്റെ കാര്യം പറയുമ്പോഴും ഇനീഷ്യൽ എൻജിൻസ് നോൺ VVTi ആയിരുന്നു. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് VVTi ടെക്നോളജിയും കൂടെ കൊടുത്തായിരുന്നു ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 100 സീരീസ് ലൈനപ്പ്. പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ ഗിയർ ബോക്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടികൾക്ക് കാണുന്നത് LCയിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ ആദ്യത്തെ കുറേ കൊല്ലങ്ങൾ വന്നിരുന്നത് 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. നമുക്കൊരു 4 സ്പീഡ് ആണോ 5 സ്പീഡ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ്. 4 സ്പീഡാണ് ഇങ്ങനെ സ്ട്രേറ്റ് ഗേറ്റ് ആയിരിക്കും ട്രാൻസ്മിഷന്. 5 സ്പീഡ് നമുക്കൊരു സ്റ്റെപ്ഡ് ഗേറ്റ് ആയിരിക്കും വരുന്നത്. സോ 5 സ്പീഡ് ട്രാൻസ്മിഷൻ അവസാനത്തെ കുറച്ച് കൊല്ലങ്ങളാണ് വന്നത്. ഇപ്പോൾ കണ്ടുപിടിക്കാനും കുറച്ച് റെയറാണ്. അതിൻ്റെ ഡാഷിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ യു ഐഡൻറ്റിഫൈ എ 5 സ്പീഡ് കാർ. പിന്നെ ഉള്ളത് മാനുവൽ ട്രാൻസ്മിഷനാണ്. വളരെ ഡിസൈറബിളായിട്ട് ഇക്കാലത്ത് ആൾക്കാർ അത് കളക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഐ പ്രിഫർ ഓട്ടോമാറ്റിക് ഓൺ ദിസ് കാർ. കാര്യം ഈ ഒരു സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. പിന്നെ പറയുവാണെങ്കിൽ ടെക്നിക്കൽ അപ്ഡേറ്റ്സ് കുറേ ചെറിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ എക്വിപ്മെൻറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വിച്ച് ബ്രിങ്സ് അസ് ടു ദ നെക്സ്റ്റ് തിങ്, എക്വിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ് ക്രൂയിസർ നമ്മൾ നേരത്തെ 80 സീരീസിൽ പറഞ്ഞ പോലെ ഒരു 5 LC100 എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 എണ്ണം 5 പോലെ ഇരിക്കുന്നത്. എവറിത്തിങ് ക്യാൻ ബി ഡിഫറെൻറ്റ് റൈറ്റ് ഡൗൺ ഫ്രം ഇൻറ്റീരിയർ കളേഴ്സ്, ട്രിംസ്. പല വണ്ടിക്കും വുഡ് ഇൻറ്റീരിയേഴ്സ് വന്നിട്ടുണ്ട്, പല വണ്ടിക്ക് ബ്ലാക്ക് ആണ്. എക്വിപ്മെൻറ്റ് ലെവൽസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, മാനുവൽ ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതേപോലെ 5 സീറ്റർ, 7 സീറ്റർ. പിന്നെ ആക്റ്റീവ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഷൻ ഉണ്ടായിരുന്നു 80 സീരീസ് പോലെ തന്നെ. അതിനകത്താണെങ്കിൽ ബാക്കിൽ ബെഡ്, സിങ്ക്, ചെറിയൊരു സിങ്ക്, സ്റ്റോവ് ഉണ്ടായിരുന്നു. അതേപോലെ ഫ്രഷ് വാട്ടർ ആൻഡ് ഗ്രേ വാട്ടറിനുള്ള ടാങ്ക്സ് ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ക്യാമ്പിംഗ് വെഹിക്കിളായിട്ടാണ് ആക്റ്റീവ് വെക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പല സ്പെക്കുകളുണ്ട്, ആമസോൺ, സഹാറ എന്നൊക്കെ പറഞ്ഞിട്ട് പല വേർഷൻസും വന്നിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, മാർക്കറ്റ് സ്പെസിഫിക് ആണ്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലി ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഓസ്ട്രേലിയൻ മാർക്കറ്റ് എടുത്താലും ദോസ് വെഹിക്കിൾസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ യൂറോപ്യൻ മാർക്കറ്റ്, വിച്ച് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അമേരിക്കൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നെ വണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓരോ വണ്ടി എടുക്കുമ്പോഴും ഇതിലത്തെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഒറിജിനലി ഇൻറ്റൻറ്റ് ചെയ്ത വണ്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ വണ്ടി UK മാർക്കറ്റ് കാറാണ്. പിന്നെ ഓപ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ LCയിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് AHC ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി അത് ഹൈഡ്രോളിക് ഷോക്സ് ആണ്. നമുക്ക് അത് വെച്ചിട്ട് സോഫ്റ്റ് ആൻഡ് ഹാർഡ് ആക്കാൻ പറ്റും സസ്പെൻഷൻ. അതേപോലെ പൊക്കാനും താത്താനും പറ്റും. അടിപൊളി സാധനമാണ്. വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി നൈസ്. ഇറ്റ് ഇസ് ആക്ച്വലി ക്വൈറ്റ് റിലയബിൾ. പക്ഷേ അതിന് പണി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരും അതിനകത്ത് കറക്റ്റ് ഗ്രേഡ് ഓയിലും കാര്യങ്ങളൊന്നും അല്ല അതിന് കൊടുക്കുന്നത്. ആൻഡ് അതിൻ്റെ ഡിഫേർഡ് മെയിൻ്റനൻസും എല്ലാം കൊണ്ട് പല വണ്ടികൾക്കും AHC കംപ്ലയിൻ്റ് ഉണ്ടാവും. റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മളൊരു AHC ഉള്ള വണ്ടി മേടിക്കുകയാണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് മേടിക്കണം. പല വണ്ടികൾക്കും AHC ഇല്ല, അല്ലെങ്കിൽ AHC റിമൂവ് ചെയ്തിട്ടുണ്ട്. പീസ്ഫുള്ളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേർഷൻസ് പറയുമ്പോൾ ഇതിന് ബേസിക്കലി 3 ടൈപ്സാണ് ഉണ്ടായിരുന്നത്. സോ വൺ വാസ് ദ സ്റ്റാൻഡേർഡ് ലാൻഡ് ക്രൂസർ, ഈ ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട്. പിന്നെ യു ഹാഡ് ദ ലെക്സസ് ബ്രാൻഡിങ്ങിൽ വന്നിരുന്ന LX470. LX470 പെട്രോൾ ഓൺലിയാണ്, V8 ഓൺലിയാണ്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. 4 സ്ക്വയർ ലൈറ്റും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളാണ് വരുന്നത്. ടെയിൽ ഗേറ്റിലെ ലൈറ്റ്സ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അകത്ത് എക്വിപ്മെൻ്റ് ആണെങ്കിലും ഫുൾ ഓപ്ഷൻ ആയിരിക്കും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. റിയർ സൈഡിലെ ഗ്ലാസ്സൊക്കെ ഇലക്ട്രിക് ആണ്. ഫ്രണ്ടിൽ സെനോൺ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അകത്ത് ട്രിംസ് എല്ലാം ബെറ്ററാണ്. ലെതർ ഇൻറ്റീരിയർ, സൺ റൂഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ LX470ക്കുണ്ട്. ആൻഡ് ലെക്സസ് അഗൈൻ എല്ലാ മാർക്കറ്റിലും ഇല്ലാത്തതുകൊണ്ട് ടൊയോട്ടയുടെ തന്നെ ഒരു LX470യുടെ വേർഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് കോൾഡ് ദ സിഗ്നസ്. സോ സിഗ്നസും അഗൈൻ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ടൊയോട്ട ബാഡ്ജിങ് ആണ് വരുന്നത്. ലാൻഡ് ക്രൂസർ 100 സീരീസ് തന്നെ ഒരു ബോളിവുഡ് ഫേവററ്റ് ആയിരുന്നു. ബോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്രൂസർ ഉണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ബോളിവുഡ് ഡസ് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ എമുലേറ്റ്സ് എന്നാണ് ഒരു ഫാഷൻ ടേംസിൽ പറയുന്നത്. സോ 100 സീരീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് വാസ് ദ ഹോട്ടസ്റ്റ് സെല്ലിംഗ് ഐറ്റം. എല്ലാവർക്കും 100 സീരീസ് വേണമായിരുന്നു. ആൻഡ് ആ സമയത്തുള്ള പ്രീമിയം വേർഷനാണ് ലെക്സസ് LX470. ഇപ്പം നമ്മൾ ബെൻസ് എടുത്തിട്ട് മൈബാക്ക് കിറ്റ് കയറ്റുന്ന പോലെ എല്ലാവരും ലാൻഡ് ക്രൂസർ എടുത്തിട്ട് അന്ന് LX470 കിറ്റ് കയറ്റുമായിരുന്നു.
സോ LX470 കിറ്റ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ലാണ്ടും കുറേ വണ്ടികൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലാൻഡ് ക്രൂസർ L പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു. സോ ബേസിക്കലി യു വുഡ് ഗെറ്റ് ഓൾ ദ ലെക്സസ് ബാഡ്ജസ്, ഓൾ ദ ലെക്സസ് ട്രിംസ് ആൻഡ് എവറിത്തിങ്. പക്ഷേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗിൽ ലെക്സസ് ആയിരിക്കത്തില്ല, സ്റ്റിയറിംഗിൽ ടൊയോട്ടയുടെ ലോഗോ ആയിരിക്കും. ആൻഡ് എൻജിൻ ബേ തുറന്നാലും യൂഷ്വലി ടൊയോട്ടയുടെ ലോഗോ ആയിരിക്കും. ഒരു സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ലെക്സസ് ലാൻഡ് ക്രൂസേഴ്സിന് ഒരു പ്രീമിയം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഈ ലാൻഡ് ക്രൂസർ ഫ്രണ്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പീപ്പിൾ ജനറലി പ്രിഫർ ടു ഗെറ്റ് ദീസ്. അല്ലെങ്കിൽ ലെക്സസ് കിറ്റ് കൺവേർട്ട് ചെയ്ത വണ്ടികളാണെങ്കിൽ തിരിച്ച് ലാൻഡ് ക്രൂസർ ഫ്രണ്ട് ആക്കും. ഫെയർലി ഈസി. ആ ഫ്രണ്ട് എൻ്റെ മാത്രം മാറേണ്ട കാര്യമുള്ളൂ. മിക്ക വണ്ടിക്കും ബാക്ക് മാറിയിട്ടുണ്ടാവില്ല. സോ ഗ്രില്ല്, ബമ്പർ, അങ്ങനത്തെ ലൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ബാക്ക് ടു എ ലാൻഡ് ക്രൂസർ. അതേപോലെ ഓപ്ഷൻസ് പറയുമ്പോൾ 5 സീറ്റർ 7 സീറ്റർ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സിംഗിൾ ടാങ്ക്, ഡ്യുവൽ ടാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പറഞ്ഞല്ലോ, ഇതൊരു ആക്ച്വൽ ഒരു ഓവർലാൻഡിങ് വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വണ്ടികൾക്കും ഡ്യുവൽ ഫ്യൂൽ ടാങ്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ V8 പെട്രോളിൻ്റെ ഒരു ഫ്യൂൽ കൺസംഷൻ വെച്ചിട്ട് അത് അത്യാവശ്യം കൂടെയാണ്. സോ 180-200 ലിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ടാങ്കുകൾ സാധാരണ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, സബ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആക്സസ് ദ സെക്കൻഡ് ടാങ്ക്. സോ എൻ്റെ ഫ്രണ്ട് വിജീഷിൻ്റെ കയ്യിലൊരു 6 സിലിണ്ടർ ലാൻഡ് ക്രൂസർ ഉണ്ട്, പെട്രോൾ, വെരി റെയർ. ആ വണ്ടിക്കകത്ത് ഇതേപോലെ സബ് ടാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് 2 ഫില്ലർ നോസിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രോഡ് ഡിഫറൻസസ് വരുന്നത്. പക്ഷേ നമുക്ക് 100ൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയേണ്ടത്, 180 സീരീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓഫ് റോഡേഴ്സ് എല്ലാവരും ആക്ച്വലി കുറേ ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ 80ൽ ആ ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഹൈലൈറ്റ് ചെയ്തിരുന്ന ടൊയോട്ട 100 വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേഞ്ചിങ് മാർക്കറ്റ് പ്രിഫറൻസ് വെച്ചിട്ട് കൂടുതലും ഒരു ഓൺ റോഡിന് വേണ്ടിയിട്ടൊരു പ്രയോറിറ്റി കൊടുത്തു. ആദ്യമായിട്ട് ലാൻഡ് ക്രൂസറിൽ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ വന്ന വണ്ടിയും 100 സീരീസാണ്. അപ്പോൾ 100 സീരീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ലക്ഷറി എന്ന് പറഞ്ഞ് ആ ഒരു കാറ്റഗറി ഹാപ്പി ആയെങ്കിലും ഒരു ബേസിക് വർക്ക് ഹോഴ്സിനുള്ള ഭയങ്കര വലിയൊരു മാർക്കറ്റ് ടൊയോട്ടയ്ക്കുണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് മിലിറ്ററി ആപ്ലിക്കേഷൻസ്, ഹാർഡ് ടെറൈൻസിലുള്ളത്, ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ്, ടെററിസ്റ്റുകൾ, ഇവരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയും ടൊയോട്ടകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട്, നോട്ട് ഫോർ ദ ടെററിസ്റ്റ് മാർക്കറ്റ്, ബാക്കി എല്ലാ മാർക്കറ്റിനും വേണ്ടിയിട്ട് ടൊയോട്ട ആ ഒരു 80 സീരീസിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി കണ്ടിന്യൂ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് ഇസ് ദ 105 സീരീസ്. 105 എന്ന് പറയുമ്പോൾ ബേസിക്കലി വളരെ ക്രൂഡായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ 80 സീരീസ് അണ്ടർനീത്ത് വിത്ത് 100 സീരീസ് ഓൺ ടോപ്പ്. 100 സീരീസിൻ്റെ ബോഡിയും കാര്യങ്ങളും അത് അത്യാവശ്യം വളരെ റെയറാണ് ഇന്ത്യയിൽ. കാര്യം ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ എന്നാൽ പിന്നെ പ്രോപ്പർ 100 ഉണ്ടെന്നാൽ പറയും ലക്ഷറിക്ക് വേണ്ടിയാണല്ലോ കൊണ്ടുവരുന്നത്. 105 എന്ന് പറയുമ്പോൾ ഭയങ്കര ബേസിക് ഒരു വണ്ടിയാണ്. അതിനകത്തൊരു നോൺ ടേബോ എഞ്ചിനാണ് വരുന്നത്. ഓപ്ഷൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് വൈൻഡിങ് വിൻഡോസ് ആയിരിക്കും. ഇറ്റ്സ് എ വെരി ബേസിക് കാർ, ബട്ട് ഇറ്റ് വിൽ റൺ ഫോർ എവർ ആൻഡ് എവർ. ഇപ്പോൾ 105 സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നതും അതേപോലെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിൽറ്റ് 105 സീരീസ് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ അമിത് ചക്കാലക്കലിൻ്റെ കയ്യിലാണ് ആ വണ്ടി ഉള്ളത്. ഈസ് ബിൽറ്റ് ഇറ്റ് ടു എ സ്പെക്ടാക്കുലർ ലെവൽ. അപ്പോൾ ആ വണ്ടിയും ഈ പറഞ്ഞ പോലെ ശരിക്കും അത് ഓഫ് റോഡ് ആക്ച്വലി യൂസ് ചെയ്യുന്ന കാണുമ്പോഴും ഒരു സന്തോഷമാണ്. കാര്യം ആ ഒരു കേപ്പബിലിറ്റി ഫുള്ളായിട്ട് പുഷ് ചെയ്ത് അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മാർക്കറ്റിൽ വേർ പാർട്സ് ആർ നോട്ട് അവൈലബിൾ, ഓൾ ഓഫ് ദിസ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും. ഞാൻ അപ്പോഴാണ് ആ വണ്ടിയുടെ ഒരു ട്രൂ പൊട്ടൻഷ്യലും കാണുന്നത്. സോ 105 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. കാര്യം നമുക്കത് ഡെയിലി റോട്ടിൽ ഓടിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം നോൺ ടെർബോ ആണ്, എക്വിപ്മെൻ്റ് ഒന്നുമില്ല, പല പല ചെറിയ കാര്യങ്ങൾ അതിനകത്ത് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് സൗണ്ട് ഡെഡനിങ് ആയാലും ഒരു ഓവറോൾ ലക്ഷറിയസ് ഫീൽ ആയാലും. പക്ഷേ ആ ഇല്ലാത്ത സാധനങ്ങളെല്ലാം അത് മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഓഫ് റോഡ്. ആ സോളിഡ് ആക്സിൽ ഫ്രണ്ട് എൻഡും അതേപോലെ അതിൻ്റെ ഗിയറിങ്ങും കാര്യങ്ങളെല്ലാം ഇറ്റ് കംസ് വിത്ത് എ മാനുവൽ ഗിയർ ബോക്സ്. ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓഫ് റോഡ് അത് ശരിക്കും കിങ് തന്നെയാണ്. നമുക്ക് കാണാനാണെങ്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 100 സീരീസിൻ്റെ ഫ്രണ്ട് കുറച്ച് താന്നിരിക്കും റിയർ അപേക്ഷിച്ച്. കാര്യം IFS സസ്പെൻഷനാണ്. വീൽസ് ഫ്ലാറ്റ് ആണ്. വേറെ 105 സീരീസിന് വരുമ്പോൾ വീൽസ് ഒരു നെഗറ്റീവ് ഇതിൽ അകത്തോട്ട് ഇരിക്കുന്ന ഡീപ്പ് ഡിഷ് വീൽസാണ് വരുന്നത്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രാക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 80 സീരീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത്ര വീതിയില്ലാത്തൊരു വണ്ടിയാണ്. സോ അതിൻ്റെ റണ്ണിങ് ഗിയറും കാര്യം എന്നൊക്കെ പറയുമ്പോൾ യു ഹാവ് ടു കോമ്പൻസേറ്റ് ഫോർ ദിസ് ബോഡി വിഡ്ത്ത്. അപ്പോൾ അതുകൊണ്ട് ആ വീൽസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പല കാര്യങ്ങളും പിന്നെ ഏറ്റവും റഗഡായിട്ടുള്ള 70 സീരീസ് ആയിട്ട് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് റിയലി എൻ അൺകില്ലബിൾ ഇൻഡിസ്ട്രക്റ്റബിൾ കാർ എന്ന് തന്നെ നമുക്ക് പറയാം. വിച്ച് കംസ് ടു ദ ക്വസ്റ്റ്യൻ, ഷുഡ് യു ബൈ വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 സീരീസ് ഇസ് നോട്ട് ഫോർ എവറിബഡി. നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കി ഇതിന് തരാനുള്ള കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വണ്ടിയാണ്. കാര്യം ദിസ് ഈസ് ആക്ച്വലി എ പ്രോപ്പർ ഫുൾ സൈസ് SUV.
ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ മോണോകോക്ക് SUV പോലെ നമ്മൾ അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് ഓടിക്കുന്ന ഒരു ഈസ് ഓഫ് യൂസ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയല്ല. നമുക്ക് അതിനൊരു ഡെഡിക്കേഷൻ വേണം. അതിന് നമുക്ക് ഈ സൈസും ഇതും എല്ലാം എപ്രീഷിയേറ്റ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് കണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രം സജസ്റ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് 100 സീരീസ് ലാൻഡ് ക്രൂസർ. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നല്ല 100 കിട്ടാൻ ഭയങ്കര പാടാണ്. നാടെന്ന് പറയുമ്പോൾ കേരളമല്ല ഉദ്ദേശിക്കുന്നത്, ഓൾ ഓഫ് ഇന്ത്യ. നല്ല 100 സീരീസുകൾ കിട്ടാൻ വളരെ പാടാണ്. മേ ബി ഒരു 4-5 കൊല്ലം മുമ്പേയൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് വളരെ നല്ല വണ്ടികൾ കിട്ടുമായിരുന്നു. കാര്യം മാർക്കറ്റിന് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു യൂസും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലം മുന്നോട്ട് പോയതോടെ ആൾക്കാർക്ക് മനസ്സിലായി ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ഓവർലാൻഡിങ് വെഹിക്കിൾ ടു ഹാവ്. അതുകൊണ്ട് തന്നെ നല്ല 100കളെല്ലാം ഒരുവിധം ആൾക്കാർ കളക്ട് ചെയ്ത് കഴിഞ്ഞു. വണ്ടികൾ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും തപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ സ്റ്റിൽ ജെംസ് ഇൻ ദ വൈൽഡ്. നല്ല 100 സീരീസ് ഇപ്പോഴും ഒരു ആസറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ടൊയോട്ട അല്ലേ ഓടും, ടൊയോട്ട അല്ലേ റിലയബിളാണ് സത്യമാണ്. പക്ഷേ അതിന് വേണ്ട സാധനം കൊടുക്കണം. പശു പാല് തരും, പക്ഷേ പശുവിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പശു പാല് തരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ടൊയോട്ടയും നമുക്ക് അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്താലേ ടൊയോട്ടയും ഈ പറയുന്ന ഫാക്ടറി റിലയബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ there is a certain dedication and commitment that you have to this car. നമ്മളിപ്പോൾ ഒരു ടൊയോട്ട മേടിക്കാൻ പോവുകയാണെങ്കിൽ, അതിന് ഒരു 100 സീരീസ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AHC, ഹൈറ്റ് കൺട്രോൾ, സസ്പെൻഷൻ തറവായിട്ട് ചെക്ക് ചെയ്യണം. അതേപോലെ ബ്രേക്കിന് വലിയ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ബൂസ്റ്ററും ABS യൂണിറ്റും എല്ലാം കൂടി ഒരു അത്യാവശ്യം ഒരു വലിയൊരു യൂണിറ്റാണ്. ടൊയോട്ടയുടെ ഫുൾ സൈസ് ടൊയോട്ടയുടെ പാർട്സ് അത്ര ചീപ്പൊന്നും അല്ല. അതുകൊണ്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അത് മൊത്തം മാറ്റണേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി മാറ്റാൻ കോംപ്ലിക്കേറ്റഡ് അല്ല, ഇഷ്യൂ ഡയഗ്നോസ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. അതേപോലെ റസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. പല വണ്ടികൾക്കും പല ഭാഗത്ത് റസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, ഗ്ലാസിൻ്റെ ഫ്രെയിമിൻ്റെ ചുറ്റും, സൺറൂഫ് അവിടെയൊക്കെ. സോ ചെക്ക് ഓൾ ഓഫ് ദാറ്റ്. ബോഡി റസ്റ്റിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ സിസ്റ്റംസ് തറവായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടികൾ പോലെ വെറുതെ ഏതെങ്കിലും ഒരു സ്കാനർ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തത്തമ്മ പറയുന്ന പോലെ കംപ്ലീറ്റ് കഥകൾ ലാൻഡ് ക്രൂസർ പറഞ്ഞു തരില്ല. ഇത് കുറച്ചുകൂടെ ഓൾഡർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ എക്സാക്ട് പ്രോബ്ലം, അല്ലെങ്കിൽ എക്സാക്ട് പ്രോബ്ലം പിൻ പോയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ വേണം. അതേപോലെ ഈ വണ്ടി മനസ്സിലാക്കുന്ന നല്ലൊരു മെക്കാനിക്കും നമ്മുടെ കൂടെ വേണം. എന്നാലേ നമുക്ക് ശരിക്കും ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളൊക്കെ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി an unbeatable buy. And ഇക്കാലത്ത് when all these vehicles are now getting smaller and smaller, ഇതുപോലത്തെ ഒരു ഫുൾ സൈസ് വണ്ടിയിലിരുന്ന് ഒരു ഓവർലാൻഡ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is really an experience that you will remember for a lifetime. സോ അതേപോലെ ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി പറയുമ്പോൾ നമുക്ക് ഇതിനൊരു ലോ റേഞ്ചും വരുന്നുണ്ട്, ഹൈ റേഞ്ചും വരുന്നുണ്ട്. ഫുൾ ടൈം 4-wheel ഡ്രൈവ് ആണ് ഒട്ടുമുക്കാൽ ലാൻഡ് ക്രൂസറുകളും. നമ്മൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ 4x4 കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ചെക്ക് ചെയ്യുക. യുനോ വെദർ ഇറ്റ്സ് വർക്കിംഗ്, എൻഗേജിങ് പ്രോപ്പർലി, ഡിസെൻഗേജിങ് പ്രോപ്പർലി. ചില വണ്ടികൾക്ക് 2-wheel ഡ്രൈവ് മോഡും ഉണ്ട്. സോ അതുണ്ടെങ്കിൽ ഇട്ട് നോക്കാം. ആൻഡ് ചില വണ്ടികൾക്ക് ഡിഫറൻഷ്യൽ ലോക്സ് വന്നിട്ടുണ്ട്. വെരി വെരി ഡിസൈറബിൾ ഫീച്ചർ ടു ഹാവ് നൗ. അങ്ങനത്തെ ഒരു സാധനം കിട്ടുവാണെങ്കിലും you can pay a premium for something like that. So yeah, അതൊക്കെയാണ്. ആൻഡ് ഞാനിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ 2 ദിവസമായിട്ട് ഐ ബീൻ ഡ്രൈവിങ് ദിസ്. ആൻഡ് അതേപോലെ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ഗോവയ്ക്കും പോയിട്ടുണ്ട്. ആൻഡ് ഇത്ര നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ എവറി ടൈം ഐ ട്രാവൽ ഇൻ ദിസ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. ഞാനിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ഒരുപാട് ലാൻഡ് ക്രൂസറുകൾ കണ്ടിട്ടുണ്ട് ഓവർ ദ ഇയേഴ്സ്. ഈ വണ്ടികൾ പുതിയതായിരുന്നപ്പോൾ തൊട്ട് ലിറ്ററലി ഐ ഹവ് ബീൻ ഇൻ ലവ് വിത്ത് 100 സീരീസ്. അപ്പോൾ ഇത്രയും വണ്ടികൾ കണ്ടിട്ടുണ്ട്, കുറേ വണ്ടികൾ മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റ് പല പോയിൻറ്റ്സ് ഓഫ് ടൈം. പക്ഷെ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ലൈക്ക് ആസ് ഫാർ ആസ് 100 സീരീസ് ഗോ ഞാൻ കണ്ടിട്ടുള്ളതിൽ ദിസ് ഈസ് ദ best car I've seen. It's perfect in absolutely every way. Even paint, even in interiors. എനിക്ക് ഈ ഒറിജിനൽ ഇൻറ്റീരിയേഴ്സ് ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. സോ ഒറിജിനൽ ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളെല്ലാം ഡാഷ് ഇസ് ഇമ്മാക്കുലേറ്റ്. ആൻഡ് ദി എക്സ്ട്രാസ് ഓൺ ദിസ് കാർ എനിക്ക് തോന്നുന്നൊരു 10-15-20 ലക്ഷം രൂപയോളം എക്സ്ട്രാസ് ഉണ്ട്. ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഒറിജിനലാണ്. ഓൾ ദി ARB പാർട്സ്, ഓൾ ദ വിഞ്ചസ്, ദ വീൽസ്, ദ ടയേഴ്സ്, എവറിത്തിങ് ഈസ് ഒറിജിനൽ ഓൺ ദിസ് കാർ. റൈറ്റ് ഡൗൺ ടു ഒരു ബാഡ്ജ്, എന്ത് സാധനം കണ്ടാലും ഈ വണ്ടിക്കകത്ത് അത് ഒരു OEM പാർട്ട് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ മാനുഫാക്ചർ പാർട്ടാണ്.
ആൻഡ് ഓൾ ദോസ് തിങ്സ് കോസ്റ്റ് മണി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്കൊരു ചീപ്പ് ലാൻഡ് ക്രൂസർ എടുത്തിട്ട് ഇതുപോലെ ആക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട്. ഈ പല പാർട്സും ഇപ്പോൾ ഈ വണ്ടിയിൽ കാണുന്ന പല പാർട്സ് തന്നെ ഇപ്പോൾ ഔട്ട് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ആസ് ഇൻ ഈ എക്സ്ട്രാ പാർട്സ് കാര്യം ഇത്രയും കൊല്ലമായി ലാൻഡ് ക്രൂസർ കഴിഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഐ എം വെരി ഹാപ്പി ടു ബ്രിങ് ഈ ഒരു വണ്ടി, ഇത്ര പെർഫെക്റ്റായിട്ടൊരു വണ്ടി എനിക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടും ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ ലീസ്റ്റ് ഫേവററ്റ് ടെറൈനിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്, ബമ്പർ ടു ബമ്പർ സിറ്റി ട്രാഫിക്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ എവറിബഡി. ബൈ.